നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. ഇത് സുജ. കടമാങ്കോട് നന്ദനം വീട്ടിൽ സുഭദ്രയുടെ മകളായ സുജ. കടമാൻകോട് ജനനി കുടുംബശ്രീയിലെ അംഗങ്ങൾ എടുത്ത വായ്പ പ്രതിമാസം തിരിച്ചടയ്ക്കുവാനായി സെക്രട്ടറിയായ സുജയെ ഏൽപ്പിക്കുകയും എന്നാൽ 3 ലക്ഷത്തിലേറെ രൂപയുമായി സുജ മുങ്ങിയതായും പരാതി. തട്ടിപ്പ് ബോധ്യപ്പെട്ട അംഗങ്ങൾ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ബാങ്കിൽ വിളിച്ചു വരുത്തി 2023 തുക അടയ്ക്കാമെന്ന് എഴുതി വെപ്പിച്ചിട്ടുള്ളതുമാണ്. ഇതിനുശേഷം ഒളിവിൽ പോയ സുജയെ കാണാനില്ലെന്ന് കാണിച്ച് സർക്കിളിനും കൊട്ടാരക്കര റൂറൽ എസ് പിക്കും കുടുംബശ്രീ ജില്ലാ മിഷനും പരാതി നൽകിയെങ്കിലും പരിഹാരമാവില്ല എന്നും ഇവർ ആരോപിക്കുന്നു. മാസത്തിലുള്ള തവണ പിരിവ് അംഗങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത് സെക്രട്ടറി ബാങ്കിൽ അടയ്ക്കുന്ന രീതിയാണ് നടന്നു വന്നത്. എന്നാൽ 2023 ബാങ്കിൻ്റെ ലോൺ കാലാവധി പൂർത്തിയായി അടുത്ത ലോൺ എടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി പോകുമ്പോഴാണ് അറിയുന്നത് ബാങ്കിൽ 3 ലക്ഷത്തിലധികം രൂപ തിരിച്ചടവ് നടന്നിട്ടില്ല എന്ന് വ്യക്തമാകുന്നു. അപ്പോൾ എല്ലാ അംഗങ്ങളും എല്ലാ മാസവും തവണ തുക, അതായത് മാസത്തിൽ അടയ്ക്കേണ്ട തുക സെക്രട്ടറി ഏൽപ്പിക്കുന്നതായിരുന്നു പതിവ്. എന്നാൽ ഈ അംഗങ്ങളിൽ നിന്ന് പിരിക്കുന്ന തുക യഥാസമയം ബാങ്കിൽ അടയ്ക്കാതിരിക്കുകയും നല്ല രീതിയിൽ ഏതാണ്ട് 3 ലക്ഷത്തിലധികം തുക ക്രമക്കേട് നടത്തുകയും ചെയ്യുകയും ഉണ്ടായി. എന്നാൽ ഈ 2023 ഈ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് വാർഡിലുള്ള എ ഡി എസും വാർഡ് മെമ്പറും ഉൾപ്പെടുന്ന സമിതി ഇത് പരിശോധിക്കുകയും എന്നാൽ അത് നമ്മളിൽ നിൽക്കാത്ത രീതിയിൽ വലിയ ആഴത്തിലുള്ള ക്രമക്കേടാണെന്ന് കണ്ടെത്തി കുടുംബശ്രീ CDSനെയും അറിയിക്കുകയും പഞ്ചായത്തിന് അതിന് ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചതിന് ശേഷം അവിടെ ഈ കുട്ടിയെ വിളിച്ചു ചേർത്തുകയും ഈ ക്രമക്കേടുകൾ സ്വന്തം നിലയിൽ തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തം കൈപ്പടയിൽ തന്നെ ഈ കുട്ടി തയ്യാറാക്കിയിട്ടുള്ള, അതായത് ഇതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള സുജ എന്ന കുട്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻ്റ് പ്രകാരം 2023 തന്നെ ഈ തുക കംപ്ലീറ്റ് തിരിച്ചടച്ചു കൊള്ളാമെന്നും ഈ തുക അയാളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഇത് എടുത്തു പോയതാണ് എന്നും കാണിച്ചുകൊണ്ട് ഒരു എഗ്രിമെൻ്റ് ചെയ്യുകയും അന്ന് അത് എഗ്രിമെൻ്റ് പ്രകാരം ഏകദേശം 1 ലക്ഷം രൂപയോളം തിരിച്ചടക്കുകയും ചെയ്തു. ബാക്കി തുക അടച്ചുകൊള്ളാമെന്ന് ഇത് എഗ്രിമെൻ്റ് അതായത് ഒരു 2 മാസത്തിനുള്ളിൽ 3 മാസത്തിനുള്ളിൽ തിരിച്ചടച്ചു കൊള്ളാമെന്ന് ഈ അംഗങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ അധികാരികൾക്ക് മുമ്പിൽ കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിലും ഒക്കെ തന്നെ ഇവർ അറിയിച്ചതാണ്. എന്നാൽ ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇയാൾ ഈ തുക എടുത്തതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഫോൺ എടുക്കുകയോ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് മറ്റെവിടെയോ മുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതിന് അന്ന് ഉറപ്പ് തന്നിരുന്ന കുടുംബാംഗങ്ങൾ പോലും ഇപ്പോൾ കൈമലർത്തുന്ന അവസ്ഥയാണ്. വളരെയധികം ബുദ്ധിമുട്ടും ദാരിദ്ര്യവും അനുഭവിക്കുന്ന സാധാരണക്കാരും കൂലിപ്പണിക്കാരുമായിട്ടുള്ള പട്ടികജാതിക്കാരുമായിട്ടുള്ള അടങ്ങുന്ന ഒരു കുടുംബശ്രീ ഗ്രൂപ്പാണിത്. ഈ ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് ഈ തുക തിരിച്ചടയ്ക്കുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടാണ്. അന്നന്ന് ജോലിക്ക് പോയി കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്. ഏറ്റവും വലിയൊരു ഇതിനകത്തൊരു ചതി, ഈ ചതിച്ച ആളിനൊപ്പം തന്നെയാണ് നിയമപാലകർ നിൽക്കുന്നത്. കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷൻ CIക്കും കൊട്ടാരക്കര റൂറൽ SPക്കും ഇത് സംബന്ധിച്ച് പരാതികൾ നൽകിയിട്ടും ഇതുവരെ നിയമപരമായിട്ടുള്ള ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളത് പ്രതിഷേധാർഹമായിട്ടുള്ള സംഗതിയാണ്. അതിനാൽ അടിയന്തരമായി നിയമപാലകർ ജില്ലാ മിഷന് പരാതി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതിൽ ഒരു അലംഭാവം കാണിക്കുകയാണ്. ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് അംഗങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. 5,40,000 രൂപയാണ് ഇതിനകത്ത് ലോൺ എടുത്തിരുന്നത്. ഇതിൻ്റെ തിരിച്ചടവ് കഴിഞ്ഞതിന് ശേഷം പിഴ ഉൾപ്പെടെ 3 ലക്ഷത്തിൽ സംതിങ് രൂപ അടയ്ക്കാനുണ്ടായിരുന്നു. അതിൽ 1 ലക്ഷം രൂപ കഴിച്ച് ഏകദേശം 2,07,000 സംതിങ് രൂപ ഇപ്പോൾ നിലവിൽ തിരിച്ചടയ്ക്കാനുണ്ട്. അത് മാത്രവുമല്ല, ഇതിൻ്റെ അംഗങ്ങളുടെ മാസത്തിലുള്ള പിരിവും ആഴ്ച പിരിവും ഇവരുടെ സമ്പാദ്യ പിരിവുകളുണ്ട്. അതിലും വ്യാപകമായ രീതിയിൽ ക്രമക്കേട് നടന്നതായിട്ടാണ് കാണുന്നത്. ഇതെല്ലാം ബന്ധപ്പെട്ട അധികാരികൾ അന്വേഷണം നടത്തി ഈ പാവപ്പെട്ടവർക്ക് നീതി ലഭിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പല പ്രാവശ്യം ഞാൻ കൂടെ പോയിട്ടുണ്ട് പൈസ അടയ്ക്കാനൊക്കെ. അപ്പോഴും പൈസ എണ്ണിപ്പറക്കി കൊണ്ടുചെന്ന് അടയ്ക്കുന്നു, എണ്ണിപ്പറക്കി സ്ലിപ്പ് എഴുതി കൊണ്ടുചെന്ന് അടയ്ക്കുന്നു. അത് ഞാനല്ല അടയ്ക്കാൻ പോകുന്നത്, സുജ തന്നെ കൊണ്ട് അടയ്ക്കാൻ പോകുന്നത്. ഞാൻ അവിടെ ഇരിക്കുകയേ ഉള്ളൂ.
അപ്പോഴേ ആ എത്ര അടയ്ക്കുന്നെന്നുള്ളത് പിന്നെ നമുക്ക് അറിയത്തില്ല. അത് അമ്മമ്മ എല്ലാം അടച്ച് വാ നമുക്ക് പാവെന്നും പറഞ്ഞുണ്ട്. അപ്പൊ സ്ലിപ്പ് ഉണ്ടോടി കയ്യിലെന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് വാന്ന് പറയും. അത്രേ ഉള്ളൂ. അല്ലാതെ അന്ന് ഈ ചതി നമ്മുടെ മനസ്സിലില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി അത്രയും വലിയ കാര്യമായിട്ട് ചിന്തിക്കുന്നില്ലായിരുന്നു. പക്ഷെ ഇതിങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ചതി മനസ്സിലാകുന്നത്. അത് കഴിഞ്ഞ് ഇപ്പം പല പ്രാവശ്യം ഞാൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഇതിനകത്ത് വലിയ ബുദ്ധിമുട്ടാ, നീ മറ്റുള്ളവർ എന്നെ ഇരുത്തത്തില്ല, എനിക്ക് നീ അടച്ചില്ലെങ്കിൽ ഞാൻ അടയ്ക്കണമെന്നും പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു എന്നും പറഞ്ഞെല്ലാം ഞാൻ പല പ്രാവശ്യം വിളിച്ചു പറഞ്ഞു. നിർധനരും കൂലിവേലക്കാരുമായ ഞങ്ങൾക്ക് ഈ വലിയ ബാധ്യത അടയ്ക്കാൻ ഒരു നിവൃത്തിയുമില്ലെന്നും സമീപത്ത് താമസിക്കുന്ന മാതാവിനോട് സുജ എവിടെയെന്ന് ചോദിച്ചാൽ അവർ പറയാൻ തയ്യാറാവുന്നില്ലെന്നും ഇവർ ആരോപിക്കുന്നു. ഞങ്ങൾക്ക് ബാങ്കിൽ നിന്ന് പേപ്പർ വന്നിരിക്കുക, ഞങ്ങൾ എങ്ങനെ അടയ്ക്കുമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. ഞങ്ങൾ അത്ര ബുദ്ധിമുട്ടില്ല, സങ്കടപ്പെട്ട് ഞങ്ങൾ പലപ്പോഴും വേദനപ്പെട്ട് കരയുന്ന അവസ്ഥയായിപ്പോൾ. ആ അവസ്ഥയിലാണ് ഞങ്ങളുടെ ജീവിതം. എല്ലാവരും കാണുന്നവർക്ക് വിചാരിക്കും ഞങ്ങൾക്കെല്ലാം മുതലുള്ളവരാന്ന്. പക്ഷെ എല്ലാവരും അന്നന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാ. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ കാണുന്നവരെ എല്ലാം പോയി കണ്ടു. ആരും ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. പോകാവുന്നിടം മൊത്തം ഞങ്ങൾ പോയി. ആരും ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ജീവിക്കുക. ഞങ്ങൾക്ക് ഇനി അടുത്തതെന്ന് പറയുന്നത് ബാങ്കുകാർ ജിപ്പ് ചെയ്യാൻ വരിക, ഞങ്ങൾ പൈസ അടച്ചേ പറ്റുള്ളൂ. ഞങ്ങളത് എങ്ങനെ അടയ്ക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് സുജയെ കണ്ടുപിടിച്ചെങ്കിലേ പറ്റുള്ളൂ. സുജ വന്ന് അതിന് നീക്കുപോക്ക് ഉണ്ടാക്കിയെങ്കിലേ പറ്റുള്ളൂ. അതിനാ ഞങ്ങൾ ഇപ്പൊ എല്ലാരും കൂടെ കൂടിയിരിക്കും. ഒരു ഭർത്താവുണ്ട്, അവനും അവളും കൂടെ ആ സുജയും കൂടെ വന്നത്. അപ്പോഴേ ഭർത്താവാന്നും പറഞ്ഞുകൊണ്ട് അവിടെ എഴുതി ഒപ്പ് വെച്ചിട്ടുണ്ട്. അവന്റെ പേര് ശരത്തെന്ന. പിന്നെ വീട്ടിൽ വിളിക്കുന്നത് മോനു എന്ന. അങ്ങനെ അവനും കൂടെ ഏറ്റിരിക്കുന്ന. പിന്നെ അവന്റെ അവിടെ അമ്മ, പിന്നെ സുജയുടെ അമ്മ പറഞ്ഞ് ഡിസംബർ 30-നകം പൈസ അടച്ചു തീർക്കാമെന്നാ പറഞ്ഞത്. അവരാ ഏറ്റത്. ഇനി അവളോട് ചോദിക്കണ്ട, സുജയോട് ഇനി ആ പൈസ ചോദിക്കുകയേ വേണ്ട. ഡിസംബർ 30-അകത്ത് ഞാൻ ആ പൈസ അടയ്ക്കുമെന്ന് ഞങ്ങളോട് കട്ടായം പറഞ്ഞതാ. ഇപ്പൊ അവര് കൈമലർത്തി കാണിക്കുക, അവരെ കൊണ്ടൊക്കത്തില്ല, അവരന്ന് പിന്നെ പറഞ്ഞത് വെറുതെയാ എന്ന്. വെറുതെ എന്ന് പറഞ്ഞാൽ അവര് വേറെ അവരുടെ കുടുംബ വസ്തു വിറ്റ് കൊണ്ടുവന്ന് അടയ്ക്കാമെന്നും പറഞ്ഞത്. അത് നടന്നില്ല. അതുകൊണ്ട് എന്നെ കൊണ്ടൊക്കത്തില്ല എന്നവർ പറയുന്നു. അങ്ങനെയൊക്കെയാ ഇപ്പോഴത്തെ അവസ്ഥ. ഞങ്ങൾ ചെന്ന് പൈസയുടെ കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ അവര് പറയുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല അവരുടെ മോൾ എവിടാന്ന്. ഇതൊക്കെയാ അവര് പറയുന്നത്. അയാള് പറഞ്ഞേക്കുന്നത് അവൾക്ക് 4 സെന്റ് വസ്തുവേ ഉള്ളൂ, അവളെ ജിപ്പിക്കത്തുമില്ല, ഈ പൈസ അടയ്ക്കത്തുമില്ല. ഇവര് ബാക്കിയുള്ള അംഗങ്ങളെല്ലാം അവളെ ചീത്ത വിളിച്ച് അതിന് പരിഹാരം കണ്ടതിന് ശേഷമേ ഈ കാശ് അടയ്ക്കത്തുള്ളൂ, നിങ്ങൾക്കാർക്കും നോട്ടീസ് വരത്തില്ല. അത് ഞാൻ സിയുടെ അടുത്തും പിന്നെ ബാങ്ക് മാനേജരുടെ അടുത്ത്, ഇപ്പോഴത്തെ പുതിയ മാനേജരുടെ അടുത്തും ചെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും പേപ്പർ വരത്തില്ല എന്നും പറഞ്ഞാൽ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് എളുപ്പം അടയ്ക്കത്തില്ല, അവളെ ആരും സ്റ്റേഷനിലാക്കാനും ഒക്കത്തില്ല, അവളെ ഇട്ടേക്കത്തുമില്ലെന്ന്. അവൻ എൻ്റെ വീട്ടിൽ വന്നാ പറഞ്ഞത്. ലാസ്റ്റില് അവള് ഞങ്ങളെ ഇന്ന് 1 മാസത്തെ പൈസയും കൂടെ ആദ്യത്തി മേടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഈ പിരിവ് പൈസകൾ ഒറ്റ ഒരു പൈസയും ഞങ്ങൾക്ക് തന്നിട്ടില്ല. അത് ഞങ്ങൾക്ക് ആ പൈസ കിട്ടിയേ ഒക്കത്തുള്ളൂ. എവിടെ കണ്ടു കിട്ടാതെ ഇത് മേടിക്കാനോ എടുക്കാനോ ഒക്കത്തില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് എന്തായാലും അറിഞ്ഞാൽ ഞങ്ങൾ ഈ കാശുകൾ കൊണ്ട് കൊടുത്തത്. 1 മാസം കൊടുക്കാതിരുന്നപ്പോഴത്തേന് അവള് അത്രയും പൈസക്ക് പിന്നെ 65 രൂപ വീതം എൻ്റെ ഞങ്ങളെല്ലാരെയും കയ്യിൽ നിന്ന് വെച്ചിട്ടുണ്ട്. അത്രയും മേല് ചെയ്തിട്ട് അവിടെ ഇപ്പം ഇവിടുന്ന് മുങ്ങിയേക്കുന്നു. ഇതിനൊരു തീരുമാനം കണ്ടെത്തിയില്ലെങ്കിൽ ഞങ്ങള് എല്ലാരും കൂടെ ചട്ടിയും കലവും പാത്രവും കൊണ്ട് ഞങ്ങൾ കൊച്ചുങ്ങളെ ഒന്നും കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങള് കിടക്കും. ഞങ്ങളുടെ കാശ് ഇത് അടത്തുന്നുള്ള രേഖ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് ഞങ്ങൾ ആ ഭവനത്തുനിന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ. ബില്ല് പിന്നെ ഊരിക്കൊണ്ടുപോയിട്ട് അത് അടയ്ക്കാൻ എന്നെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. 75 വയസ്സായ ഞാൻ ഈ കടം എവിടെ എടുത്ത പണം ഞാൻ എങ്ങനെ അടക്കും? സുജയെ കണ്ടെത്തി ഈ പാവങ്ങളുടെ കണ്ണീരകറ്റാൻ ന്യൂസ് നിങ്ങളുടെയും സഹായം തേടുകയാണ്. പ്രതീക്ഷയോടെ റിപ്പോർട്ടർ ശരത്ത് കുളത്തൂപ്പുഴ.